ഹായ് സ്റ്റുഡൻസ്, ഇപ്പം നാറ്റയുടെ ആദ്യത്തെ എക്സാം നാളെ തുടങ്ങുകയാണ്. ഇത്തവണത്തെ നാറ്റയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ വട്ടങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നതായിട്ടാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. നമ്മുടെ മോക്ക് എക്സാംസിലൊക്കെ സിമിലർ ആയിട്ടുള്ള പാറ്റേണിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും നാളെ ആണ് ആദ്യമായിട്ട് ഒഫീഷ്യലായിട്ട് നാറ്റ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഹോൾ ടിക്കറ്റ് നാളത്തെ ഡേറ്റ് കൊടുത്തിട്ടുള്ള എല്ലാവർക്കും തന്നെ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് COA ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നാറ്റയുടെ ഹോൾ ടിക്കറ്റ് വന്നിരിക്കുകയാണ്. നാളെ എക്സാമിന് നമ്മൾ ഓൺ ടൈമിൽ തന്നെ എത്തണം. 1 hour ബിഫോർ 9 o'clock തന്നെ എത്തണം എന്നാണ് ഹോൾ ടിക്കറ്റ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ ID കാർഡ് വേണം. ഇപ്പോൾ ഹോൾ ലൈസൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ആധാർ കാർഡ് ആണെങ്കിലൊക്കെ ഫോട്ടോസ്റ്റാറ്റ് അനുവദിക്കുന്നതല്ല. ഒറിജിനൽ ആയിട്ടുള്ള ID കാർഡ് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടത്. ഓൺലൈനായിട്ട് കിട്ടുന്നതിൻ്റെ കോപ്പിയും കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഒറിജിനൽ ആയിട്ടുള്ള ID കാർഡ് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ അവർ പറയുന്നുണ്ട് ചെറിയ സ്കെയിലാണ് അലോ ചെയ്യുള്ള എക്സാം ഹോളിലേക്ക്. അതുപോലെ തന്നെ പെൻസിൽ പാനിൻ്റെയൊക്കെ സൈസ് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹോൾ ടിക്കറ്റ് ഇൻസ്ട്രക്ഷൻസ് വളരെ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് അത് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഡ്രൈ കളേഴ്സ്, അതായത് ക്രയോൺസ് അല്ലെങ്കിൽ പെൻസിലാണ് നമ്മൾ നോർമലി ഡ്രൈ കളേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കൂടുതലും പെൻസിലാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടുപോവുക. കട്ടർ കാര്യങ്ങളൊക്കെ എടുക്കാൻ മറക്കരുത്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ റൈറ്റിംഗ് നാറ്റ് ടുമോറോ. അപ്പോൾ നാളത്തെ ഫസ്റ്റത്തെ എക്സാം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എക്സാം പാറ്റേണിനെ പറ്റിയും ക്വസ്റ്റ്യൻസിനെ പറ്റിയും ഒക്കെ ഞാൻ ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നതാണ്. ഇഗ്നൈറ്റ് സ്റ്റുഡൻസിന് അതിനെ ബേസ് ചെയ്തിട്ട് പുതിയ മോക്ക് എക്സാംസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. നാളത്തെ എക്സാം നമ്മളവിടുത്തെ പല കുട്ടികൾ എഴുതുന്നുണ്ട്. അപ്പോൾ അവരുടെ റിവ്യൂവിനും അവരുടെ റിസൾട്ട്സിനുമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ബാക്കി അപ്ഡേറ്റ്സുകൾക്കായിട്ട്. അപ്പോൾ ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ റൈറ്റിംഗ് നാറ്റ് ഓൺ ദി വെരി ഫസ്റ്റ് ഡേ. താങ്ക് യു.